എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്ത്യൻ വെൽനസ് ചാനലിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ അപ്ഡേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. പിന്നെ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഓസോൺ അക്വാകൾച്ചർ സിസ്റ്റം ഇന്ന് നിലവിലുള്ള മറ്റെല്ലാ സിസ്റ്റങ്ങളിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാകുന്നു, ഇതിലുള്ള അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ളതാണ്. ഓസോൺ അക്വാകൾച്ചർ സിസ്റ്റം മറ്റെല്ലാ ഫാമിംഗ് സിസ്റ്റത്തെക്കാളും വ്യത്യസ്തമാണ്. ഇതൊരു ഇൻഡോർ സിസ്റ്റം കൂടിയാണ്. പിന്നെ അത് കൂടാതെ നമുക്കറിയാം, മറ്റെല്ലാ സിസ്റ്റങ്ങളും ബാക്ടീരിയയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ബാക്ടീരിയനെ കൊണ്ടാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. അതിനായി ബാക്ടീരിയയെ വളർത്തിയെടുക്കാനും അതിന് കൂടുതൽ തലങ്ങളിലിരിക്കാനും സസ്റ്റെയിൻ ചെയ്യാനുള്ള പ്രതലങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് മറ്റെല്ലാ സിസ്റ്റങ്ങളും നാം ചെയ്യാറ്. പക്ഷേ ഓസോൺ അക്വാകൾച്ചർ സിസ്റ്റത്തിൽ ബാക്ടീരിയാസിനെ, വൈറസിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഓസോണാണ് ഈ പ്രവൃത്തി അവിടെ ഏറ്റെടുക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്സിഡേഷൻ കഴിവുള്ളൊരു സംഭവമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അതിനേക്കാളും കൂടുതൽ പവർഫുള്ളായിട്ട് ഓക്സിഡേഷൻ കപ്പാസിറ്റി ഉള്ള മറ്റൊരു സംഭവമാണ് ഓസോൺ. ഇതിനു വേണ്ടി അന്തരീക്ഷത്തിലെ വായുവിൽ നമുക്ക് 18-20% ഓക്സിജൻ അവൈലബിലിറ്റി ഉള്ളൂ. അപ്പോൾ കൂടുതൽ ഓസോൺ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ എന്ന മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് 93% ഓക്സിജൻ ഡെവലപ്പ് ചെയ്ത് ഈ ഓക്സിജൻ ആവുന്ന O2-വിനെ O3 ആകുന്ന ഓസോണിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് ഓസോൺ ജനറേറ്റർ എന്ന മെഷീൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നു. O2-വിനെ O3 ആക്കി മാറ്റിക്കൊണ്ട് വെഞ്ചുറി വാൽവ്, അതേപോലെ തന്നെ ചില ഡിഫ്യൂസറുകളൊക്കെ വഴി ഈ വെള്ളത്തിലേക്ക് ഇതിനെ ലയിപ്പിച്ചു കൊടുക്കുകയാണ്. തന്മൂലം വെള്ളത്തിലുള്ള അപകടകാരികളായിട്ടുള്ള വൈറസുകൾ, ബാക്ടീരിയകളൊക്കെ എല്ലാം ചത്തുപോവുകയും ടോട്ടലി ഓക്സിഡേഷനിലൂടെ വെള്ളത്തിലുള്ള കണ്ടാമിനൻസിനെ എല്ലാം ഒതുക്കി ആവശ്യത്തിലധികമുള്ള TDSനെല്ലാം ഒതുക്കി വെള്ളത്തിനെ ജലജീവികൾക്ക് അനുയോജ്യമായ ഒരു സിറ്റുവേഷൻ ആക്കിയെടുക്കലാണ് ഇവിടെ ഓസോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ഇവിടെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മറ്റെല്ലാ സിസ്റ്റത്തിലും എയറേഷൻ പമ്പുകളും എയർ ട്യൂബുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ എയറേഷൻ കൊടുക്കുമ്പോൾ 5-6 ppm ഡിസോൾവ്ഡ് ഓക്സിജനാണ് നമുക്ക് വെള്ളത്തിൽ കാണാൻ പറ്റുന്നത്. പക്ഷേ സെപ്പറേറ്റ് നമ്മൾ വളർത്തുന്ന മീനുകൾക്കൊക്കെ 10 ppm ഓക്സിജൻ ഉണ്ടെങ്കിൽ അവർ വളരെ ആക്റ്റീവായിരിക്കും, അസുഖങ്ങൾ കുറവായിരിക്കും, ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കും, കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും, പെട്ടെന്ന് വളരാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അവരെത്തും. ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. കാരണം ഇവിടെ യാതൊരു തരത്തിലുള്ള എയറേഷനോ എയർ പമ്പുകളോ കൊടുക്കാതെ തന്നെ അപ് ടു 25 ppm വരെ നമുക്ക് ഡിസോൾവ്ഡ് ഓക്സിജൻ ഓസോൺ വാട്ടറിൽ അവൈലബിൾ ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ മീൻ പെട്ടെന്ന് വലുതാകാനും വേഗത്തിൽ ഹാർവെസ്റ്റ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. കൊടുക്കുന്ന ഫുഡ് അത് ഒരു മാക്സിമം വേസ്റ്റ് ആക്കാതെ കഴിക്കാനും ശ്രമിക്കും. പിന്നെ അതേപോലെ തന്നെ വാട്ടർ പാരാമീറ്റർ, ഇവിടെ ഉണ്ടാകുന്ന അമോണിയയെ ഓക്സിഡേഷൻ മൂലം അതിനെ റിവേഴ്സ് ചെയ്യും. നൈട്രേറ്റിനെല്ലാം റിവേഴ്സ് ചെയ്യും. വെള്ളത്തിലെ കണ്ടാമിനൻസിനെ ഓക്സിഡേറ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്യുന്നതിന് മൂലമായിട്ട് ഇതിൽ pH ആവശ്യത്തിൽ ഉള്ള pH വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് അഡീഷണൽ pH ഉണ്ടാകാനോ pH കൺട്രോൾ ചെയ്യാനോ നമ്മൾ മറ്റുള്ള കെമിക്കലോ മറ്റൊന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അനാവശ്യമായിട്ട് ഇതിൽ ആൽഗകൾ വളരുകയോ അങ്ങനെയുള്ള മറ്റുള്ളൊരു പ്രതിഭാസങ്ങളും ഓസോൺ വാട്ടറിലില്ല. അതുകൊണ്ട് തന്നെ ടോപ്പ് ടു ബോട്ടം നമുക്ക് കൂടുതൽ ട്രാൻസ്പെറൻസി ആയിരിക്കും. ഒരു അക്വേറിയം രീതിയിൽ നമുക്ക് ഈ പോണ്ടിനെ കാണാൻ പറ്റും. അടിവരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിഷ്വലായിരിക്കും. പിന്നെ ഇത് 2-3 ടൈപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഒരു മെക്കാനിക്കൽ ഫിൽട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഫിൽട്ടർ ചെയ്ത് വെള്ളത്തെ വീണ്ടും ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതർവൈസ് റൗണ്ട് ടാങ്കൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഇത് സെൻട്രലിൽ ഊറുന്ന വേസ്റ്റിനെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞുകൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി ഇത് രണ്ടും അല്ലാത്ത അവസ്ഥയിൽ വേസ്റ്റ് എടുത്ത് കളയാൻ പറ്റാത്ത വ്യക്തികൾക്കാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓക്സിഡേഷൻ മൂലം വേസ്റ്റ് ഹൈഡ് ആവുന്ന ഒരു പ്രക്രിയ കൂടി ഓസോൺ അക്വാകൾച്ചർ സിസ്റ്റത്തിലുണ്ട്.
പിന്നെ മറ്റെല്ലാ സിസ്റ്റത്തിലും നമ്മൾ കാണാറുണ്ട് പല ഫിഷുകളെയും നമുക്കതിൽ വളർത്താൻ പറ്റാത്ത ഒരു സാഹചര്യം കാണാറുണ്ട്. ചില സിസ്റ്റങ്ങളിൽ വളരെ പരിമിതമായ മീനുകളെ മാത്രമേ നമുക്ക് വളർത്താൻ സാധിക്കുള്ളൂ, പരിമിതമായ ഐറ്റംസിനെ. അതായത് ഇപ്പോൾ ചില മീനുകൾ പറ്റില്ല, ചില ചെമ്മീനുകൾ പറ്റില്ല. ഇവിടെ അങ്ങനെയുള്ള ഒരു സിസ്റ്റവും ഇല്ല. അതേപോലെ തന്നെ ഇത് ശുദ്ധജലത്തിലും ഉപ്പുവെള്ളത്തിലും ഈ സിസ്റ്റം ഓടിക്കാൻ പറ്റും. ചില നമ്മുടെ നാട്ടിലുള്ള ചില സിസ്റ്റങ്ങൾ ഇപ്പം അക്വാപോണിക്, ഉദാഹരണം പറഞ്ഞാൽ ചെടികൾ വളർത്തിക്കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അത് സലൈൻ വാട്ടറിൽ ചെയ്യുമ്പോൾ ചെടികൾക്ക് നിലനിൽക്കാൻ പറ്റില്ല, ഉപ്പുവെള്ളം വന്ന് ചെടികൾ നശിച്ചു പോകും. ഇവിടെ ഈ രണ്ട് വെള്ളത്തിനെയും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പേരിൽ ഇവിടെ മറ്റുള്ളൊരു ഗുണം എന്ന് പറയുന്നത് ജലജീവികൾ ഏതും ആകട്ടെ, അത് ഇപ്പം ചെമ്മീൻ വർഗത്തിൽപ്പെട്ടതാവട്ടെ അതല്ലെങ്കിൽ മറ്റ് മീൻ വർഗത്തിൽപ്പെട്ടതാവട്ടെ, ഓസോണിൽ ചെയ്യാൻ പറ്റാത്ത ഫിഷ് എന്നൊരു സിസ്റ്റേ ഇല്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നാച്ചുറൽ പോണ്ടിലും ഈ സിസ്റ്റം ഓടിക്കാൻ സാധിക്കില്ല, കാരണം നമുക്ക് ഡെഫിഷ്യൻസി കൂടുതലായിരിക്കും. അപ്പം ആർട്ടിഫിഷ്യലായിട്ടുള്ള ഏത് പോണ്ടുകളിലും നമുക്ക് ഈ സിസ്റ്റം വളരെ ഹൈജീനിക്കായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ വളർത്തിയെടുക്കുന്ന മീനുകൾക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും, യാതൊരു തരത്തിലുള്ള വൃത്തികേടുകൾ ഉണ്ടാവില്ല, വൈറസ് ആക്രമണങ്ങൾ ഉണ്ടാകില്ല, മോർട്ടാലിറ്റി കുറവായിരിക്കും. കാലാവസ്ഥ ബാധിച്ചുകൊണ്ടും അതുപോലെ തന്നെ വൈറൽ ബാധ കൊണ്ടൊക്കെയുള്ള മോർട്ടാലിറ്റി കുറവായിരിക്കും. പിന്നെ മീനിനെ കൂടുതൽ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. ഇതിൽ ഈ സിസ്റ്റം അപ്ലൈ ചെയ്ത സ്ഥലത്തൊക്കെ നമുക്ക് കൂടുതൽ ഡ്യൂട്ടി ഒന്നുമില്ല, കാരണം കുറേ വറിയാവേണ്ട പ്രശ്നങ്ങളില്ല. അത്യാവശ്യം കുറച്ചൊക്കെ പവർ ഫെയിലിംഗ് ഒക്കെ നമുക്ക് താങ്ങാൻ പറ്റും. 2-3 മണിക്കൂറൊക്കെ കറണ്ട് പോയാൽ ടെൻഷനൊന്നുമില്ല, കാരണം ഡിസോൾവ്ഡ് ഓക്സിജൻ ഇഷ്ടംപോലെ കാണും. അപ്പോൾ അത് ഒരു 5 ppm എത്താൻ തന്നെ മണിക്കൂറുകൾ പിടിക്കും. 5 ppm എത്തിയാൽ തന്നെ സാധാരണ കുളത്തിൽ നമ്മൾ എയറേഷൻ ഇട്ട ഒരു കണ്ടീഷൻ ഉണ്ടാവും അപ്പോഴും. പിന്നെ ബാക്കപ്പ് വേണം. അത് ഒരു ദിവസം 2 ദിവസമൊക്കെ കണ്ടിന്യൂസ് കറണ്ട് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ബാക്കപ്പ് വളരെ ആവശ്യമുണ്ട്. അല്ലാത്ത ചെറിയ ചെറിയ കറണ്ട് പോക്കുകളൊന്നും ഇതിനെ സാധാരണ ബാധിക്കാറില്ല. പിന്നെ ഇതിൻ്റെ മെഷീൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്യേണ്ട, ടൈം ടു ടൈം കുറച്ച് സമയമൊക്കെ നമുക്ക് ഓഫ് ചെയ്തിടാനുള്ള സമയം കിട്ടും. പിന്നെ മീനിൻ്റെ ഡെൻസിറ്റി അനുസരിച്ചായിരിക്കും മെഷീൻ്റെ ഓപ്പറേഷൻ കൂടുതൽ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ റാസ് സിസ്റ്റത്തിൽ പെടുന്നതാണ്, കാരണം വെള്ളം പമ്പ് ചെയ്തെടുത്തിട്ടാണ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഓസോണിനെ മിക്സ് ചെയ്ത് കൊടുക്കണുണ്ടാകുന്നത്. ഇതിൻ്റെ മെഷീനറിയുടെ കാൽക്കുലേഷനും അതിൻ്റെ പ്രൈസൊക്കെ വരുന്നത് നമ്മൾ എത്ര ലിറ്റർ വെള്ളം കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അവിടെ എത്ര ഡെൻസിറ്റിയിൽ മീൻ വളർത്താൻ ഉദ്ദേശിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 1 lakh ലിറ്റർ വാട്ടറാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരൊറ്റ മെഷീൻ, ഒരു സെറ്റ് മെഷീൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ലക്ഷം ലിറ്ററിൻ്റെ സിംഗിൾ ടാങ്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ 50,000-ൻ്റെ 2 ടാങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ മെഷീനിൽ കണക്ട് ചെയ്യാം. ഇനി ഇതല്ലെങ്കിൽ 20,000-ൻ്റെ 5 ടാങ്ക് ആക്കാം, 10,000-ൻ്റെ 10 ടാങ്ക് ആക്കാം. ഫുള്ള് ടാങ്ക് പണിയുമ്പോൾ നമുക്ക് കുറച്ച് മെറ്റീരിയൽ കോസ്റ്റ് വരും. പിന്നെ അതുകൂടാതെ തന്നെ പ്ലംബിങ് ഇതും കുറച്ച് കൂടും. സിംഗിൾ ടാങ്ക് ആണെങ്കിൽ ചിലപ്പോൾ മിങ്കിൾ ചെയ്യാൻ പറ്റാത്ത ഫിഷുകളാണെങ്കിൽ ഒരൈറ്റം ഇടാൻ പറ്റുള്ളൂ. 10 ടാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ 10 സൈസ് സ്പീഷ്യസ് നമുക്ക് ഒരേ ടൈം വളർത്താൻ പറ്റും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ 10 ടാങ്കിലെ വെള്ളവും ഒന്നിച്ച് പ്ലംബ് ചെയ്തെടുത്തിട്ട് ഒന്നിച്ചാണ് മോട്ടർ വലിച്ചെടുക്കുക. എന്നിട്ട് ഓസോൺ മിക്സ് ചെയ്തിട്ട് 10 ടാങ്കിലേക്ക് ഒന്നിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരിക്കും. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാതെ ഇപ്പോൾ സപ്പോസ് 1 lakh ലിറ്ററിനുള്ള മെഷീൻ വെച്ചു, നമുക്ക് ഇത് കുറച്ചും കൂടെയും ടാങ്കുകൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഈ മെഷീൻ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ടായിരിക്കും. പിന്നെ അത് തന്നെയല്ല, ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് വലിയ മെഷീനറികളായിരിക്കും ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള സെറ്റപ്പ് ആയിരിക്കും അവിടുത്തെ പ്ലംബിങ്ങിലും മറ്റുമൊക്കെ മാറ്റങ്ങളുണ്ടാവും. വലിയ സിസ്റ്റം വരുന്നതിനനുസരിച്ച് അവിടെ യൂണിറ്റുകളുടെ എണ്ണം കൂടും, അതിൻ്റെ സിസ്റ്റങ്ങളുടെ എണ്ണം കൂടാൻ ചാൻസ് ഉണ്ട്. ചെറിയ ചെറിയ യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സാധാരണ ചെയ്യാൻ പറ്റുന്നത് 10,000 ലിറ്ററിൻ്റെ സിംഗിൾ യൂണിറ്റ് ചെയ്യാൻ പറ്റും, 50,000 ലിറ്ററിൻ്റെ ചെയ്യാൻ പറ്റും, 1 ലക്ഷം ലിറ്ററിൻ്റെ ചെയ്യാൻ പറ്റും, 1.5 ലക്ഷം, 2 ലക്ഷം, 2.5 ലക്ഷം. ആർക്ക് എങ്ങനെയാണോ ഉദ്ദേശം അതേപോലെ ഏത് രീതിയിൽ നമുക്ക് അത് ഫ്ലെക്സിബിളായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ വരുന്നത് മെഷീനറികളിൽ വരുന്നത്
ഓക്സിജൻ കോൺസെൻട്രേറ്റർ, ഓസോൺ ജനറേറ്റർ, പിന്നെ അതിൻ്റെ വെഞ്ചുറി വാൽവ്, അതിൻ്റെ ഫ്ലെക്സിബിൾ ഗ്യാസ് പൈപ്പുകൾ, അതാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ അതിന് പുറമേ വരുന്നത് പാർട്ടിയുടെ അടുത്ത് വേണ്ടത് ടാങ്ക്, അതുപോലെ തന്നെ അവിടുത്തെ പ്ലംബിങ്, ഒരു പമ്പ് സെറ്റ്, ഇലക്ട്രിക്കൽ സെഷൻ, അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ അതൊക്കെ അഡീഷണലാണ്, ഇതിൽ പെടുത്തില്ല. പിന്നെ A to Z ചെയ്യുന്നവർക്ക് മാത്രമാണ് നമ്മളിതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കാൽക്കുലേഷൻ ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മിക്കവാറും പല വ്യക്തികളും പല സിസ്റ്റങ്ങൾ ടെർമിനേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് വരുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒട്ടുമിക്ക സംഭവങ്ങൾ അവിടെ ഉണ്ടാവും. പോരാത്തത് മെഷീനറി വെക്കാനുള്ളൊരു ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, അതിൽ തന്നെ സ്ഥാപിച്ച് പ്ലംബിങ് ഇതിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാമെന്ന് മാത്രമുള്ളൂ അവിടുത്തെ മോഡിഫിക്കേഷൻ ചെയ്യേണ്ടത്. അതെല്ലാം പുതിയതായിട്ട് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നമ്മളത് ഡിസൈൻ ചെയ്ത് ആ ലൊക്കേഷൻ കണ്ട് അവിടെ അതിന് യോജിക്കുന്ന രീതിയിൽ അതിനെ എളുപ്പമായ രീതിയിലൊക്കെ അതിൻ്റെ പ്ലംബിങ് മാതൃകളൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും ഇത് ചെയ്തു കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളെന്ന് പറയുന്നത് ചില വ്യക്തികൾ ചോദിക്കാറുണ്ട്, ഇത് പ്രൈസ് കൂടുതലാണോ കുറവാണോ? ഇവിടെ എന്താണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ക്യാപിറ്റലായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പല സിസ്റ്റത്തിലും നമ്മൾ ആദ്യം ഒന്നിച്ച് പൈസ ഇറക്കേണ്ട കാര്യമില്ല. ഘട്ടം ഘട്ടമായിട്ട് ഇറക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഇത്രയും ഇറങ്ങി എന്നുള്ള ഒരു സീരിയസ്നെസ് നമുക്കുണ്ടാകില്ല. ഇവിടെ എന്ന് പറയുന്നത് ആദ്യം തന്നെ മെഷീനറികളും കാര്യങ്ങളും സ്ഥാപിക്കുന്നു, അതിൻ്റെ ടെൻ്റ് ഉണ്ടാക്കുന്നു, ഷെഡ് ഉണ്ടാക്കുന്നു, ടാങ്കുകൾ ഉണ്ടാക്കുന്നു. അപ്പം ഇത് ചെയ്യുന്ന ആൾക്ക് ഒന്നിച്ചായിരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞാൽ പിന്നത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ സീഡ് ഇടുക, അതിന് ഫീഡ് ചെയ്യുക, കറണ്ട് ബില്ലടക്കുക. ഈ ഒരു കാര്യം മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതിയാവും. അത് നമുക്ക് നെക്സ്റ്റ് ഹാർവെസ്റ്റിങ് കഴിയുമ്പോൾ ഇത് തന്നെ എനിക്ക് സംഭവിക്കുന്നത്. ചിലർ ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് ആവശ്യപ്പെടും, ചിലർ മാനുവലായിരിക്കും മിക്കവാറും. അപ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെ സെൻസറാണ് കൺട്രോൾ ചെയ്യുന്നത്. വാട്ടറിന് സെൻസർ കൺട്രോൾ ചെയ്തിട്ട് ആ സെൻസിങ്ങിൽ ഇത്ര PPM വേണം എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഓണാകും, അത് എത്തുമ്പോൾ അത് ഓഫാകും, അതിനെ ഓട്ടോമാറ്റിക് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു 3-4 പാർട്ടായിട്ട് ടൈമർ സിസ്റ്റം വെച്ചുകൊണ്ട് നമുക്കിത് ചെയ്തു കൊടുക്കാൻ പറ്റും. അതും അല്ലെങ്കിൽ മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ പാരമീറ്ററൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മീറ്ററുകൾ, അതിൻ്റെ റീജൻറ്റുകളൊക്കെ എല്ലാവരും വാങ്ങിയിരിക്കും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ വന്നാൽ നമുക്കത് ചെക്ക് ചെയ്തു ഇത്രയുണ്ടെന്ന് അനുമാനിക്കാൻ പറ്റും. സപ്പോസ് ഇപ്പോൾ കറണ്ട് പോയാൽ നമ്മൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ pH-ഉം അമോണിയം നൈട്രേറ്റൊക്കെ ചിലപ്പോൾ നോക്കി വെച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് അന്നത്തെ ദിവസം കറണ്ട് പോയി, നമുക്ക് ആ ഡിയോമീറ്റർ കൊണ്ടുവന്നിട്ട് എത്ര ഓക്സിജൻ അളവ് എത്രയുണ്ടെന്ന് നോക്കുക വെള്ളത്തിൽ. അപ്പോൾ ചിലപ്പോൾ ഒരു 10, 15, 18, 19 ഒക്കെ ആയിരിക്കാം. കറണ്ട് പോയി 1 മണിക്കൂർ കഴിഞ്ഞ് കറണ്ട് വന്നില്ല, ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ 18 എന്നുള്ള ഒരു 16-ലോ 14-ലൊക്കെ എത്തിയിട്ടുണ്ടാവും. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ അത് വല്ല 8-ലോ 9-ലോ എത്തിയിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് കറണ്ട് വന്നില്ല, വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഒരു 6-ൽ എത്തിയിട്ടുണ്ട്. അപ്പോഴും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. 6-5 എന്നൊക്കെ പറയുന്നത് 24 മണിക്കൂറും എയറേഷൻ അടിച്ചാൽ കിട്ടുന്ന ഡിസോൾവ്ഡ് ഓക്സിജനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഗുണങ്ങളുണ്ട്. പിന്നെ ഭക്ഷണം കൊടുക്കുന്നത് 2, 3, 4 പാർട്ടായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ആക്കാതെ അവർ ഫുഡ് എടുക്കും, പെട്ടെന്ന് വളരാനുള്ളൊരു സെറ്റപ്പിലേക്ക് അവരെത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓസോൺ അക്വാകൾച്ചർ സിസ്റ്റത്തിലെ ഗുണങ്ങളാണ്. മറ്റുള്ള തലവേദനകളോ ദുർഗന്ധമോ അതുപോലെ തന്നെ ഇങ്ങനെ ആകെ അങ്ങോട്ട് വേസ്റ്റായി കിടക്കുന്ന ഒരു അവസ്ഥയൊന്നും ഈ ഒരു സിസ്റ്റത്തിലില്ല. ഇത് കുറച്ച് ഹൈജീനിക് ടൈപ്പാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൻ്റെ സംശയങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം ഒരു സംശയ നിവാരണം കൂടിയാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ആൻസർ കൂടിയാണ് ഞാൻ ഇന്നത്തെ ഈ സ്പീച്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ ഈ ചാനലും ഈ സിസ്റ്റവുമായി സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും വളരെയധികം നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അബ്ദുൽ മജീദ് ഇരിങ്ങാലക്കുട, ഇന്ത്യൻ വെൽനസ് ഓർഗനൈസേഷൻ. താങ്ക് യു.